പൂട്ടിയിട്ടിരുന്ന സീതയുടെ മുറിവാതിലിലൂടെ ഓടാമ്പൽ തനിയെ ഒരു ഭാഗത്തേക്ക് മാറി. ശബ്ദം കേട്ട് സീത ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. അവളുടെ നാസാരന്ധ്രങ്ങളിൽ ഏതൊക്കെയോ കാട്ടുപൂക്കളുടെ രൂക്ഷഗന്ധം തുളഞ്ഞു കയറി. സ്വബോധത്തിന് വീണ്ടും മങ്ങലേൽക്കുകയാണോ? സീത പരിഭ്രമത്തോടെ ഇരുട്ടിൽ മിഴിച്ചു നോക്കി. ആരോ മുറിവാതിൽക്കൽ മുട്ടി വിളിക്കുന്നതായി സീതയ്ക്കൊരു തോന്നൽ. ഒപ്പം തൻ്റെ പേര് ചൊല്ലി വിളിക്കുന്നതായും. സീത വാതിൽക്കലേക്ക് നടന്നു. അവൾ കൈയൊന്ന് തൊടും മുൻപേ ആ വാതിൽ മലർക്കെ തുറന്നു. അപ്പോൾ സീത അത്ഭുതപ്പെട്ടുപോയി. പുറത്തെ കൂറ്റാക്കൂരിരുട്ടിൽ ദേവതയെ പോലൊരു സുന്ദരി. സീതയെ നോക്കി ആ സുന്ദരി ചിരിച്ചു. പിന്നെ അവളെ കൈകൊട്ടി വിളിച്ചു. വല്ലാത്തൊരു വിഭ്രമം സീതയെ പൊതിഞ്ഞു.